ഹലോ നമസ്കാരം. സ്റ്റോറി ടെല്ലേഴ്സ്, ഷോർട്ട് ഫിലിം മേക്കേഴ്സ് അതിൻ്റെയൊക്കെ അപ്പുറത്ത് AI വെച്ച് വീഡിയോ നിർമ്മിക്കുന്നവർക്ക് ഒരു കിഡിലൻ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് മണിയാണ്. വിജയ്ക്ക് $1 മില്യൺ. അത് ഇന്ത്യൻ തുകയിലേക്ക് കണക്കാക്കുമ്പോൾ എത്ര വലിയ എമൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നതല്ല, അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ഓഡിയൻസ്, അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ള ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ടോ, AI വെച്ച് വീഡിയോ നിർമ്മിക്കുന്നവരുണ്ടോ, അവരിലേക്ക് അയച്ചു കൊടുക്കാം. ചിലപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ മത്സരിച്ച് അവർക്കൊരു ഈ ഒരു വിജയിയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ലോട്ടറി ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആരാണ് ഈ മത്സരം നടത്തുന്നത്, എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, എന്തെല്ലാമാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം AI ടൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ നിർമ്മിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംവദിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഗ്ലോബൽ AI ഫിലിം അവാർഡ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ദ ഗ്ലോബൽ AI ഫിലിം അവാർഡ് ഈസ് നൗ ആക്സെപ്റ്റിംഗ് അപ്ലിക്കേഷൻസ് എന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. എന്നാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഡെഡ് ലൈന്, എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ്, തീം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ബേസിക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഈ കോമ്പറ്റീഷൻ നടത്തുന്നത് ഗൂഗിൾ ജെമിനിയും 1 മില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റും എന്നുള്ള 2 ടീമും അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ എൻ്റയർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. AI ഫിലിം അവാർഡ് ബൈ 1 മില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റ് അല്ല കേട്ടോ, 1 ബില്യൺ സബ്മിറ്റും ആൻഡ് ഗൂഗിൾ ജെമിനി ആണ്. സബ്മിറ്റ് യുവർ ഫിലിം ഇവിടെയാണ് നമ്മുടെ ഫിലിം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം. ഇതാണ് ഇതിൻ്റെ പ്രൈസ് തുക. നമ്മൾ പറഞ്ഞല്ലോ $1 മില്യൺ. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഈ ഒരു കോമ്പറ്റീഷൻ്റെ 23 സെപ്റ്റംബറിന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ഞാനും ശരിക്കും റീസെൻ്റ് ആയിട്ടാണ് ശ്രദ്ധിച്ചത്. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ എടുക്കാൻ വൈകിയത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ നവംബർ, അതായത് 2025 നവംബർ 20-നാണ്. പിന്നെ അതിനുശേഷം 5 ഡിസംബർ ഇവർ 10 ഫിലിമുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് 10 മുതൽ 15 ഡിസംബർ 2025 അത് പബ്ലിക് വോട്ടിങ്ങിന് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, 10 ജനുവരി അതിൽ ഏറ്റവും ടോപ്പ് 5 ഇവരവരുടെ ഈ എക്സിബിഷനിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും, ഷോ ചെയ്യും. 11 ജനുവരിയാണ് ആർക്കാണ് $1 മില്യൺ കിട്ടുക എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഏതെല്ലാം AI ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുക, AI ടൂൾ മാത്രമാണോ ഇതിന് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന് 2 തീമുകളാണ് ഉള്ളത്. ഈ 2 തീമിൽ ഏത് തീമിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഫിലിം മേക്ക് ചെയ്യാൻ പറ്റും AI വെച്ചിട്ട്. ഒന്നാമത്തേത് എന്താ വെച്ചാൽ റീറൈറ്റ് ടുമോറോ എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ള ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഭാവിയെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഭാവിയെ കാണുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. രണ്ടാമത് സീക്രട്ട് ഓഫ് എന്നുള്ളതാണ് തീം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറിയപ്പെടാത്ത ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു തീമിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വീഡിയോ നിർമ്മിക്കേണ്ടത്. അപ്പം നമുക്ക് ഇത് ഏത് തീമിലും നമ്മൾക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നുന്ന ആ 2 തീമിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സബ്മിഷൻ ക്രൈറ്റീരിയ കാണാൻ സാധിക്കും. 7 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ AI ടൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. ക്യാമറയും മറ്റും വെച്ചിട്ടല്ല നമ്മൾ നിർമ്മിക്കേണ്ടത്, AI ടൂളുകൾ വെച്ചിട്ടാണ് നിർമ്മിക്കേണ്ടത്. AI ടൂൾ മാത്രമല്ല, ഏറ്റവും പ്രത്യേകത ഗൂഗിളിലെ ജെമിനി വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റു ടൂളുകൾ, ഇപ്പോൾ ഗൂഗിൾ ജെമിനി, ഫ്ലോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജുകൾ അല്ലെങ്കിൽ ക്യാരക്ടറുടെ ഡിസൈനൊക്കെ ഷേപ്പ് ചെയ്യാൻ നാനോ ബനാന, ഗൂഗിളിൻ്റെ മറ്റു ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എഡിറ്റിങ്ങിന് വേണമെങ്കിൽ, അതായത് നമ്മൾ വീഡിയോ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി മറ്റു ടൂളുകൾ, മറ്റു സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പ്രശ്നമില്ല. പക്ഷേ വീഡിയോ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജെമിനി മാത്രമേ ഉപയോഗിക്കുക. ഇനി തേർഡ് പാർട്ടി വെബ്സൈറ്റുകളോ ടൂളുകളോ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ പാർട്ട്, അതായത് ഇപ്പോൾ ജെമിനി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വല്ല തേർഡ് പാർട്ടി വീഡിയോ ക്രിയേഷൻ ടൂളുകൾ ഉണ്ടെങ്കിലും അതും നമ്മൾക്ക് ഉപയോഗിക്കാം. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജെമിനി ആയിരിക്കണം, ഗൂഗിളിൻ്റെ ജെമിനി ആയിരിക്കണം അതിൽ ഏറ്റവും മെയിൻ പാർട്ട് ആ തേർഡ് പാർട്ടി ആപ്പിൽ അല്ലെങ്കിൽ ടൂളിൽ.
പിന്നെ ഇതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഈ മാസം 20-ാം തീയതിയാണ്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള ആളുകൾക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എലിജിബിലിറ്റി ആർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അവാർഡ് എന്ന് പറയുന്നത് $1 മില്യൺ ആണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെയാണ് അഡീഷണൽ ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് നമ്മൾ ഈ നെക്സ്റ്റ് താഴെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഫുൾ സബ്മിഷൻ ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടി കാണാൻ സാധിക്കും. ഇവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ആവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഫിലിം മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 70% AI ഇൻ്റഗ്രേറ്റഡ്. AI ഇൻ്റഗ്രേറ്റഡ് ആവണം 70% വീഡിയോ. AI വെച്ചിട്ട് നിർമ്മിച്ചതാവണം 70% എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പിന്നെ രണ്ടാമത് ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ഗൂഗിൾ ജെമിനി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതാവേണ്ടത്. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റ് മോഡൽസ് ഏത് ഫ്ലോ, വിയോ അല്ലെങ്കിൽ ഇമേജൻ, നാനോ ബനാന ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ എന്താ വെച്ചാൽ ദാറ്റ് യൂട്ടിലൈസ് ഗൂഗിൾ ജെമിനി ആസ് എ കോർ അണ്ടർലൈനിങ് ടെക്നോളജി. ഗൂഗിൾ ജെമിനി ആയിരിക്കണം ആ തേർഡ് പാർട്ടി ടൂളിലെ മെയിൻ കഥാപാത്രം. അത്തരത്തിലുള്ള ടൂളുകളോ സോഫ്റ്റ്വെയറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ മറ്റു സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. വീഡിയോ ജനറേറ്റ് ചെയ്യാനല്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ വ്യത്യസ്ത സീനുകൾ നിർമ്മിച്ചു, അത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയെങ്കിൽ നമുക്ക് വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് മോഡാണ്. എങ്ങനെ നമ്മുടെ സ്റ്റോറി കൊണ്ടുപോകണം എന്നുള്ളതാണ്. എങ്ങനെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റിവിറ്റി, എസ്തെറ്റിക് ഫീലിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരിക. അതായത് നമ്മൾ ക്യാരക്ടർ കൺസിസ്റ്റൻ്റ് ആവണം, സ്റ്റോറി കൺസിസ്റ്റൻ്റ് ആവണം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ഭാഷയിലും നമ്മൾക്ക് വീഡിയോ നിർമ്മിക്കാൻ പറ്റും. പക്ഷേ സബ് ടൈറ്റിലായിട്ട് ഇംഗ്ലീഷ് നിർബന്ധമാണ് എന്നുള്ളതാണ്. പിന്നെ ബാക്കി നമ്മൾ നോർമൽ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമാറ്റിക് മൂഡുകൾ, പിന്നെ ലിപ്സിങ്കുകൾ കാര്യങ്ങളൊക്കെ കൃത്യമാവണം എന്നുള്ളത് കാര്യങ്ങളും അഡീഷണൽ കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഒഫെൻസീവ് ആയിട്ടുള്ളതോ മറ്റും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളുള്ള രീതിയിലുള്ള വീഡിയോസ് ഒന്നും നിർമ്മിക്കരുത് എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഫിലിം സബ്മിറ്റ് യുവർ ഫിലിം എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഫിലിം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റോറി ടെല്ലിങ്, അതായത് ഷോർട്ട് ഫിലിം മേക്ക് ചെയ്യാൻ സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു AI ഇൻ്റഗ്രേറ്റഡ് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത്തരം കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ദിസ് ഈസ് എ ഹ്യൂജ് എമൗണ്ട്, പ്രൈസ് മണി ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഒന്നും കൂടിയും ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനൊരു എക്സ്പീരിയൻസ് ആവും. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് ഈ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് എത്തിക്കണം, അവൻക്ക് ഇതിൽ പങ്കെടുക്കാം. അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.